ആ സാറേ, ഇതൊരു പുതിയ ഐറ്റമാണ്, IR ഹീറ്റർ എന്ന് പറയും. ഇതുണ്ടോ, ഇതിനകത്ത് സാധാരണ ഫിലമെന്റ് പോലെയല്ല. ഇതുണ്ടോ, ഇവിടെ ചൂടാവും കേട്ടോ. ഇത് നമുക്ക് സൂര്യനിൽ നിന്ന് വരുമ്പോഴാണ് അതിപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഇടുകയാണ് താൻ കേട്ടോ. ഇവിടെയൊക്കെ ചൂടായി കഴിഞ്ഞു, ഈ എയർ കംപ്ലീറ്റ് ചൂടായി കഴിഞ്ഞു. ജസ്റ്റ് ഓണാക്കി വിടുകയാണ്. ഇതാണ് IR ഹീറ്റർ. ഈ ഇൻഫ്രാറെഡ് റേസ് ആണ് വരുന്നത്. നമ്മുടെ സാധാരണ ഫിലമെന്റ്, കൺവെൻഷണൽ ഫിലമെന്റ് പോലെ കത്തുകയല്ലേ കണ്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായി, ഇവിടെ തന്നെ സെക്കൻഡ് ചൂടായി. അപ്പോൾ ഡ്രയറുകളിലേക്കൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും, പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് 1000 വാട്ട്സിൻ്റെ ഹീറ്ററാണ് ഞാൻ മേടിച്ചത്. ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ മേടിച്ചതാണ്. പക്ഷെ ഭയങ്കര ഹീറ്റാട്ടോ, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഹീറ്റായി സാധനങ്ങൾ. അപ്പോൾ നമുക്കൊരു ഡ്രയർ ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നോക്കട്ടെ നോക്കിയിട്ടാണ്. ഇതിന് ഈ 1000 വാട്ട്സിൻ്റെ 1200 ചില്ലാൻ രൂപയായിരുന്നു. ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് കിട്ടിയ റെഫറൻസ് ആണ്. മിക്കവാറും ഈ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികളിലൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഹീറ്ററാണ് കേട്ടോ, IR ഹീറ്റർ തന്നെ പറഞ്ഞത്. ഇവിടെയൊക്കെ ചൂടായി കഴിഞ്ഞല്ലോ. പക്ഷെ നല്ലൊരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതോടെ കൂടി ഒന്ന് ഹീറ്ററിൽ പരീക്ഷിക്കണം നോക്കിയിരിക്കുകയാണ്. നല്ല ഹീറ്റായി, ഇപ്പം തന്നെ നല്ല ടെമ്പറേച്ചറായി. ഞാനിപ്പോൾ ടെമ്പറേച്ചർ എത്ര ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ഇതിൽ കൊണ്ടുവരും, നമ്മുടെ TD സ്മിത്ത് വെച്ച് നോക്കാറിയാൻ പറ്റും. ആ സാറേ, ഞാൻ ജസ്റ്റ് ഓണാക്കിയുള്ളൂ. ഇതേ ടെമ്പറേച്ചർ ഉണ്ടോ, ടെമ്പറേച്ചർ കയറണുണ്ടോ സാറേ? ഇപ്പോൾ തന്നെ 31 ഡിഗ്രി ആയി. ജസ്റ്റ് ഓണാക്കിയുള്ളൂ. 32 കയറിക്കൊണ്ടിരിക്കണം. ഇത്ര അകത്തി വെച്ചു കണ്ടോ. ഇനി അകത്തി വയ്ക്കാം, മാക്സിമം അകത്തി വയ്ക്കാം. നല്ല ഭംഗിയായി പെട്ടെന്ന് ഹീറ്റാവും. ഇത് 33 ഡിഗ്രിയൊക്കെ ആയി. നമുക്കിപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ ഉണങ്ങാനാണെന്നുണ്ടെങ്കിൽ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉണങ്ങാൻ പറ്റും. കുറേ ടൈം എടുത്ത് ഉണക്കാൻ മാത്രമേ ഉള്ളൂ, തിരക്ക് പിടിക്കരുത്. അപ്പോൾ കളറൊന്നും പോകാതെ ഉണക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 45 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 4 മണിക്കൂർ, അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ ഒരു 50 ഡിഗ്രിയിൽ, പിന്നെ ഒരു 4 മണിക്കൂർ ഒരു 65 ഡിഗ്രി ഉണങ്ങിയാൽ സുഖമായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ IR ഹീറ്ററാണ് പിടിപ്പിച്ചിട്ടുണ്ടോ. IR ഹീറ്റർ ഇട്ടിട്ടാണ് ചെയ്തേക്കണത്. 40 ഡിഗ്രി എത്തി. ഇത് ഓപ്പണിലാന്ന് വിചാരിക്കണം. ഇതിപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലാണെന്ന് അലച്ചിക്ക് ഇപ്പോൾ തന്നെ അതിൽ കൂടുതലായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ ചെയ്യണ്ട, മേശടി ചുമ്മാ ഇട്ടൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ 40 ഡിഗ്രി ആയി. ഇത് ഓപ്പണറിൽ തന്നെ 40 ഡിഗ്രി കണ്ടോ. ഇത് ഓപ്പണായിട്ടിട്ടാണ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആണെങ്കിൽ ആലോചിക്ക്, ഞാൻ വെറുതെ തൂക്കിയിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ തന്നെ ഇവിടെ വിളക്കുമ്പോഴത്തേക്ക് ചൂടായി. ഇപ്പോൾ നമുക്ക് വല്ല പച്ചക്കറിയൊക്കെ വേണമെങ്കിൽ ഇവിടെ വല്ല ഉണക്കാണ്ട് ഇവിടെ ഇടാം കണ്ടോ. ഓക്കെ, ഇപ്പോൾ നല്ലൊരു ഐറ്റം തോന്നണം. എന്തായാലും നോക്കാം. ഇതിൻ്റെ ലൈഫിനെ കുറിച്ചൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നമ്മൾ ആദ്യമായിട്ട് മേടിച്ചതാണ്. ചിലപ്പോൾ ഇതിൻ്റെ മറ്റേ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്, അത് എത്ര കാലം നിൽക്കും. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ടിത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ.